റോബർട്ട് ഡോണി ജൂനിയർ മാർവലിലേക്ക് തിരിച്ചു വരുന്നു. അതെ, 10 വർഷത്തിലധികം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അടക്കി ഭരിച്ച ദ ഗ്രേറ്റ് അയൺമാൻ അഥവാ ടോണി സ്റ്റാർക്കിനെ അവതരിപ്പിച്ച RDJ തന്നെ. നിലവിലെ ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്നായി നിലവാരം കുറഞ്ഞു വന്നിരുന്ന സാഹചര്യത്തിലാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഒരു ആശ്വാസമായി മാറിയത്. ഇപ്പോഴിതാ ഇരട്ടി മധുരം എന്നവണ്ണം ഏതൊരു MCU ആരാധകനെ ഞെട്ടിക്കുന്ന ബിഗസ്റ്റ് അനൗൺസ്മെന്റ് ആണ് മാർവൽ നടത്തിയിരിക്കുന്നത്. മാർവൽ കോമിക്സിലെ എക്കാലത്തെയും മികച്ച വില്ലന്മാരിൽ ഒരാളായ വിക്ടർ വോൺ ഡൂം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പ്രധാന വില്ലനായി എത്തുന്നു. ഡൂമിനെ അവതരിപ്പിക്കുന്ന ആവട്ടെ സാക്ഷാൽ റോബർട്ട് ഡോണി ജൂനിയർ. അതെ, ഇത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ കംബാക്കായി തന്നെ കണക്കാക്കാം. കാരണം MCUവിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ അയൺമാന് സാധിച്ചിട്ടുണ്ട്. തന്റെ ജീവിതത്തിലുടനീളം അങ്ങേയറ്റം സ്വാർത്ഥതയോടുകൂടി ഞാൻ എന്ന ഭാവത്തോടുകൂടി ജീവിച്ച് അവസാനം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും കൂടെ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവൻ വിട്ടുകൊടുത്ത് വളരെ വലിയ ത്യാഗം സ്വയം വരിച്ച് മരണം ഏറ്റുവാങ്ങി എല്ലാ ആരാധകരുടെയും മനസ്സിനെ കീഴടക്കിക്കൊണ്ട് യാത്രയായ അയൺമാനിൽ നിന്നും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു ഗോഡ് ലെവൽ വില്ലനായിട്ടാണ് RDJ തിരിച്ചു വരാൻ പോകുന്നത്. 2006-ൽ മാർവലിന് താല്പര്യം ഇല്ലാതിരുന്നിട്ടും ജോൺ ഫാവറോവിന്റെ താല്പര്യം മുൻനിർത്തി അയൺമാനിൽ റോബർട്ട് ഡോണി ജൂനിയർ സൈൻ ചെയ്തതു മുതൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വരെയുള്ള MCUവിന്റെ തേരോട്ടം ലോക സിനിമയുടെ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടതാണ്. എൻഡ് ഗെയിമിന് ശേഷം അനിവാര്യമായിരുന്ന വീഴ്ചയ്ക്ക് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് മുതൽക്കൂട്ടാകും എന്ന് കരുതിയ കാങ് ഡൈനാസ്റ്റി അപ്രതീക്ഷിതമായി പ്രതിസന്ധിയിലായിടത്ത് ഒരിക്കൽ കൂടി ആ പേര് ഉയർന്നു വന്നു, റോബർട്ട് ഡോണി ജൂനിയർ. പക്ഷെ ഇത്തവണ ആർക്കും വേണ്ടാത്ത മനസ്സിലെ മനസ്സോടു കൂടി ഉള്ളൊരു സൈനിങ് അല്ല. ഈ മുഖം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഐഡന്റിറ്റിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള റീഎൻട്രി കൂടിയാണിത്. എന്റെ സുഹൃത്ത് ഫൈസൽ പറഞ്ഞതുപോലെ മുഖത്ത് നിന്ന് മാസ്ക് മാറ്റിയ സെക്കൻഡിൽ ആ ഹാളിൽ ഉയർന്ന ആരവം അത് തെളിയിക്കുന്നുണ്ട്. 2026 മെയിൽ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്നാണ്. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഡോക്ടർ ഡൂം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന്. മൾട്ടിവേഴ്സ് എന്ന കോൺസെപ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് കഥാസാധ്യതകളെ പ്രവചിക്കുക എന്നത് അത്ര എളുപ്പമല്ല. 2016-ലെ സിവിൽ വാറിന് ശേഷം ടോണി സ്റ്റാർക്ക് കോമ സ്റ്റേജിലാവുകയും അയൺമാന്റെ വീരപാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കുറച്ചു കാലത്തേക്ക് ഡോക്ടർ ഡൂം അയൺമാനായി വേഷം മാറുകയും ചെയ്യുന്നതായി 2016 പബ്ലിഷ് ചെയ്ത ഇൻഫേമസ് അയൺമാൻ വോളിയം 1-ൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഒരു RDJ അയൺമാൻ അപ്പിയർ ചെയ്യാനുള്ള സാധ്യതയെ തള്ളിക്കളയാനാവില്ല. 2005 റിലീസ് ചെയ്ത ഫാന്റാസ്റ്റിക് ഫോർ ആദ്യ ഭാഗത്തിലൂടെ ഒരു പക്ഷേ പലർക്കും ഡോക്ടർ ഡൂമിനെ പരിചയമുണ്ടാവാം. സ്റ്റാൻലിയും ജാക്ക് കിർബിയും ചേർന്ന് സൃഷ്ടിച്ച ഡൂം എന്ന കഥാപാത്രം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് 1962 ജൂലൈയിലെ ഫാന്റാസ്റ്റിക് ഫോർ എഡിഷനിലായിരുന്നു. ലോകം കീഴടക്കി മനുഷ്യരാശിയെ അച്ചടക്കമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ലാത്വോറിയയുടെ രാജാവായി നിലകൊള്ളുന്ന ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയായാണ് ഡൂമിനെ അവതരിപ്പിച്ചത്. സ്പൈഡർമാൻ, അയൺമാൻ, ഡോക്ടർ സ്ട്രേഞ്ച്, ബ്ലാക്ക് പാന്തർ, എക്സ്മെൻ, അവഞ്ചേഴ്സ് ഉൾപ്പെടെ മാർവൽ യൂണിവേഴ്സിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സൂപ്പർ ഹീറോസുമായിട്ട് ഡൂം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അയൺമാനുമായി യാതൊരു വിധത്തിലും സാമ്യമില്ലാത്ത ഡോക്ടർ ഡൂം എന്ന കഥാപാത്രത്തെ എത്രത്തോളം മികച്ചതാക്കി സ്ക്രീനിൽ അവതരിപ്പിക്കാൻ RDJക്ക് സാധിക്കും എന്ന് കണ്ടറിയണം. എൻഡ് ഗെയിമിന് ശേഷം റൂസോ ബ്രദേഴ്സ് ഡയറക്ട് ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ചിത്രത്തിൽ. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്, ഫാന്റാസ്റ്റിക് ഫോർ, തണ്ടർ ബോൾട്സ് എന്നീ ചിത്രങ്ങളുടെ റിലീസിന് ശേഷം ആയിരിക്കും ഡൂംസ്ഡേ പുറത്തിറങ്ങുക. ബേസിക്കലി ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ഹൈ ലെവൽ ഓഫ് ഇന്റലിജൻസ് ഉള്ള ഡാർക്ക് മാജിക്കിൽ മാസ്റ്ററായ മൈൻഡ് ട്രാൻസ്ഫറൻസും ടെലിപ്പതിയും ഉൾപ്പെടെ പല വിദ്യകളും കൈമുതലാക്കിയ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിലും എക്സ്പേർട്ടായ ഡോക്ടർ ഡൂം നിസാരക്കാരനല്ല. ഡോക്ടർ ഡൂമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒറിജിനൽ സ്റ്റോറി തീർച്ചയായും ചെയ്യാം. വരാൻ പോകുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡൂമും അയൺമാനും തമ്മിലൊരു ബാറ്റിൽ കാണാൻ സാധിക്കുമോ അതോ ടീമപ്പ് ആവാനാണ് സാധ്യതയുള്ളത്? നിങ്ങൾ കാത്തിരിക്കുന്നത് റോബർട്ട് ഡോണി ജൂനിയർ അവതരിപ്പിക്കുന്ന ഡോക്ടർ ഡൂമിന് വേണ്ടിയാണോ അതോ അയൺമാന് വേണ്ടിയാണോ? കമന്റ് ബോക്സിലൂടെ അറിയിക്കും.